ഓയിൽ പാം ഏരൂർ എസ്റ്റേറ്റിൽ പഞ്ചിങ്ങിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് മാനേജരെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഓയിൽ പാം ഡയറക്ടർ ബോർഡ് അംഗം സി അജയ് പ്രസാദ് പറഞ്ഞു. ഓയിൽ പാം ലിമിറ്റഡിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനായ ഒരാളിനെ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. കഴിഞ്ഞ കുറച്ച് നാളുകളായി പഞ്ചിങ് മെഷീനിൽ ആരോ കൃത്രിമം നടക്കുന്നു എന്നുള്ള നിലയിലുള്ള അറിവ് മാനേജ്മെൻറ്റിന് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ദിവസമെടുത്തുള്ള പരിശോധനയിലൂടെ ആരാണ് ഈ പഞ്ചിങ് മെഷീനിൽ വെട്ടിപ്പ് നടത്തുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയ സാഹചര്യത്തിൽ അദ്ദേഹത്തെ അത്യാവശ്യ തെളിവുകളും കൂടി ശേഖരിച്ചുകൊണ്ട് അദ്ദേഹത്തെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സ്വാഭാവികമായും ഓയിൽ പാമ്പിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് അത്തരം കൃത്രിമങ്ങൾ നടക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് മെച്ചപ്പെട്ട നിലയിൽ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനത്തിൽ അത്തരം കൃത്രിമങ്ങൾ നടത്തുന്നത് യാതൊരു കാരണവശാലും അംഗീകരിച്ച് പോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ അതിനാവശ്യമായിട്ടുള്ള അന്വേഷണം നടത്താനും അന്വേഷണത്തിൽ അത് ശരിയായ കുറ്റമാണ് ചെയ്തിട്ടുള്ളതെന്ന് ബോധ്യപ്പെട്ടാൽ തീർച്ചയായും തുടർ നടപടി ഉണ്ടാകും. അതിന് യാതൊരു വീഴ്ചയും ആ കാര്യത്തിൽ ഉണ്ടാവത്തില്ല. ഓയിൽ പാമിന്റെ കൂടുതൽ ഓഫീസുകളിൽ ഇത്തരത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നത് അന്വേഷിക്കും. കുറ്റക്കാർ എത്ര ഉന്നതരായാലും നടപടി ഉണ്ടാകുമെന്നും അജയ് പ്രസാദ് നാട്ടുവാർത്തയോട് പറഞ്ഞു. സംബന്ധിച്ച് എല്ലാം പരിശോധന നടത്താൻ ആരെങ്കിലും ഇപ്പോൾ ഈ ഒരു ഉദ്യോഗസ്ഥനാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്, എന്നാൽ ആരെങ്കിലും ഇതിനകത്ത് പങ്കുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ പങ്കാളിത്തം ഉണ്ടെങ്കിൽ അതിനകത്തെല്ലാം കർശനമായ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. പഞ്ച് ക്രമക്കേടും മാനേജറുടെ സസ്പെൻഷനും സംബന്ധിച്ച വാർത്ത നാട്ടുവാർത്ത പുറത്തുവിട്ടിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നായിരുന്നു അജയ് പ്രസാദിന്റെ പ്രതികരണം. നാട്ടുവാർത്ത, അഞ്ചൽ.